ഇപ്പോൾ ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ ഹൈറേഞ്ച് മേഖലയിലൊക്കെയാണ് കനത്ത മഴ ലഭിച്ചത്. മുഹമ്മദ് ആഷിഖ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. ആഷിഖ്, ഇടുക്കിയിൽ എങ്ങനെയായിരുന്നു മഴ? ശക്തമായ മഴ തന്നെയാണോ ലഭിച്ചത്? പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു എന്നൊക്കെ പറയുന്നു. തീർച്ചയായും ആ നിലയിലാണ്. വേനലിന്റെ ചൂടിനൊരു ആശ്വാസമായി വേനൽ മഴ പെയ്തെങ്കിലും വലിയ കാറ്റോടെ എത്തിയ മഴ ചില അസ്വാരസ്യങ്ങളും ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി എന്നുള്ളത് കാണേണ്ടി വരും. ദേശീയപാത 85 നിരവധി മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. മൂന്നാറിലേക്കടക്കം ഹൈറേഞ്ചിലേക്ക് കടന്നു പോകുന്ന കവാടം കൂടിയാണ് ദേശീയപാത 85. ആ മേഖലയിലാണ് മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾക്ക് സഞ്ചാരം തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വിനോദസഞ്ചാരികളടക്കം വലിയ ബുദ്ധിമുട്ട് ഇതേ തുടർന്ന് അനുഭവിച്ചു എന്നുള്ളതാണ്. നേരുമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശത്താണ് മരങ്ങൾ വീണത്. ഊന്നുകല്ലിന്റെ സമീപ പ്രദേശങ്ങളിലും കാറ്റിൽ മരങ്ങൾ വീഴുന്ന സാഹചര്യം ഉണ്ടായി. നാട്ടുകാരും ഫയർഫോഴ്സും അടക്കം ചേർന്ന് ഈ മരങ്ങൾ നീക്കിയിട്ടുണ്ട്. ഭാഗികമായി ആ ബുദ്ധിമുട്ടുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പോഴും ഇനിയും മരങ്ങൾ എടുത്തു മാറ്റാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മഴ മാറി നിൽക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം പെയ്ത മഴ പിന്നീട് അങ്ങ് മാറി. അതേസമയം ലോ റേഞ്ചിന്റെ ഭാഗങ്ങളിൽ മഴ ഇതുവരെ പെയ്തിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും ലോ റേഞ്ചിൽ കനത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതേസമയം കനത്ത വേനൽ ചൂടിന്റെ ഒരു ആശ്വാസമായി ഹൈറേഞ്ചിൽ അതിശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും അനുഭവപ്പെട്ടു എന്നുള്ളതാണ് മീനു. പലയിടങ്ങളിലും ഗതാഗതമൊക്കെ തടസ്സപ്പെട്ടിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ പൂർണ്ണതോതിൽ ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ? ഗതാഗത തടസ്സം മാറ്റുവാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നാട്ടുകാരുടെ കൂടെ പങ്കാളിത്തത്തോടെ സജീവമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഭാഗികമായി അത്തരം തടസ്സങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും ആ മേഖലയിൽ അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ദുഷ്കരമാണ്. അധികം വാഹനങ്ങൾ കടന്നു പോകുന്ന സമയവും കൂടിയാണ്. ഇനിയും മരങ്ങൾ മാറ്റാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും വേഗത്തിൽ അത്തരം തടസ്സങ്ങൾ മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഫയർഫോഴ്സും അതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്നത്. ഈ മഴക്കാലം തുടങ്ങിയാൽ നിരന്തരം ഇത്തരം മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു റൂട്ട് കൂടിയാണ്. അതൊരു അപകട സാധ്യത കൂടിയുണ്ട്. വിനോദസഞ്ചാരികൾ കൂടി ഒരു പ്രത്യേക ശ്രദ്ധ ആ കാര്യത്തിൽ കൊടുത്തു വേണം ആ വഴി കൂടി കടന്നു പോകേണ്ടത് എന്നുള്ള ഒരു മുന്നറിയിപ്പും ഫയർഫോഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്.